വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ കൊട്ടുക്കാളി, അന്നാബെൻ സൂരി അവരഭിനയിച്ച കൊട്ടുക്കാളി, PS വിനോദരാജിൻ്റെ കൊട്ടുക്കാളി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ കാണാം. ശിവാർത്തിനല്ലേ പ്രൊഡക്ഷൻ? പ്ലേ ചെയ്യട്ടെ. കോഴിക്കറി ഒരു LJP പടത്തിൻ്റെ വൈബല്ലേ, രസമുണ്ട്. സൗണ്ട് ഡിസൈൻ വെച്ചിട്ട് അതോടെ LJPയുടെ പടങ്ങൾക്ക് ഇങ്ങനെ ഈ ഷോട്ടുണ്ട്. അതിൽ പുള്ളിക്കാരുടെ ഫേസ് കാണുന്നത് ഭയങ്കര ട്രെയിനിങ്. കേയോസ് ആണ്. അതെ, LJP കൊട്ടുക്കാളി. വണ്ടി മറിക്കണം. കൊള്ളാം, അടിപൊളി. അതെ, നല്ല. മെയിനായിട്ട് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്. അത് കാണാൻ എനിക്കൊന്ന് കാണാനുള്ള സംഭവമുണ്ട്. ഈ ഓൾറെഡി പടം മറ്റേ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ ടിഫ് ഒരുപാടടുത്ത് പോയിട്ടുണ്ട് ഈ പടം. PS വിനോദരാജിൻ്റെ കൂഴങ്കൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പുള്ളി ഇതിനു മുമ്പ് ചെയ്തൊരു സിനിമയുണ്ട്. നല്ല സിനിമയാണ്, അത് കണ്ടു നോക്കുക. നല്ല ഒരു കൊച്ചു പടമാണ്, അത് ഭയങ്കര ലോ ബഡ്ജറ്റിൽ ചെയ്ത പടമാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ SK ശിവാർത്തി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ എനിക്കിത് കണ്ടപ്പോൾ മറ്റേ LJPയുടെ ഇപ്പം കട്ടില്ലേ, ഈ സൗണ്ട് വെച്ചിട്ട് സൗണ്ട് മാത്രമല്ല മറ്റേ പടം ചെയ്തേക്കുന്ന സ്റ്റൈല് പോലും പലയിടത്തും ഉണ്ട്. അങ്ങനെ ഒരു ഫീൽ തോന്നി. കാരണം പുള്ളിയുടെ പടങ്ങളാണ് ഈ സൗണ്ട് ഡിസൈൻ വെച്ചിട്ട് കുറച്ച് കേസ് നടക്കുമ്പോൾ വൈറ്റ് ഷോട്ട്. അതെ, അതായത് ദൂരെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഇവന്റിനെ ദൂരെ നമ്മൾ നോക്കി കാണുമ്പോൾ എന്താണ് എന്നുള്ളൊരു ഇത് കൊടുക്കുന്ന പോലെയാണ് ലാസ്റ്റ് ആ ഷോട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ലോകത്ത് അത് ഭയങ്കര സംഭവമാണ്. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് ഇതൊന്നും അല്ല എന്നുള്ള ലൈനിലാണ്. അതാണ് ആ ഷോട്ടിന്റെ ഉദ്ദേശം തന്നെ തോന്നുന്നു. എനിക്കൊന്ന് ഈ കോഴിയെ എന്തോ ഒരു വലിയ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ കോഴി എന്തിനാ ഉപയോഗിക്കുന്നത് മനസ്സിലായോ? അറക്കാനായിരിക്കും. അത് ഒരു ഷോട്ട് ശ്രദ്ധിച്ചാണ്, ആ കോഴി കറക്റ്റ് സെന്ററിൽ ഇങ്ങോട്ട് നോക്കുന്ന ഷോട്ട് കണ്ടായിരുന്നു. പെട്ടെന്ന് ഇടയ്ക്ക് ഇങ്ങനെ കോഴി ഇങ്ങനെ 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 കോഴി തിരിയും, ഇങ്ങനെ നേരെ ക്യാമറക്ക് നേരെ തിരിയും. അത് തിരിയുമ്പോൾ കറക്റ്റ് സെൻട്രലായിട്ട് ആ കോഴിയുടെ ഹെഡ് വരുന്നുണ്ട്. അത് റിയലായിട്ട് ചെയ്തതാണോ? സെക്കൻഡ് ഷോട്ട് പോലും മറ്റേ അവളിങ്ങനെ കോഴി നോക്കിയിരിക്കത്തില്ല, അതൊക്കെ VFX ഷോട്ട്. അല്ല, എനിക്ക് എസ്പെഷ്യലി എനിക്ക് തോന്നിയത് VFX ഷോട്ട് ആണെന്ന് തോന്നിയത്. കാരണം ഈ സാധനം ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് സെൻട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്ര മണിക്കൂർ, ഒറിജിനൽ ഷോട്ട് കിട്ടണമെങ്കിൽ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതെ, കമ്പോസിറ്റ് ചെയ്ത ഷോട്ട് ആയിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ വൺ ലൈൻ വായിച്ചപ്പം ഇവക്കൊരു വേറൊരു ജാതിയിലുള്ള ഒരാളെ ഇഷ്ടമാണ്. അപ്പൊ അതിനെ ഒരു അവർക്ക് ബാധ കയറിയതായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ. പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും അങ്ങനത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ. അല്ല, ഈ പുള്ളിയുടെ ഈ കൂഴങ്കല കണ്ടാൽ മനസ്സിലാവും പുള്ളിയുടെ കൈൻഡ് ഓഫ് പടത്തിൻ്റെ ഒരു വൈബ് എന്താണ്. കൂഴങ്കല ഒരു ഭയങ്കര നല്ല. ഈ അടുത്ത കണ്ട ട്രെയിലറിന് വേണ്ടിയിട്ടൊരു ഷോർട്ട് ഫിലിം കാണുന്ന പോലെ നല്ല. അതെ, ഈ ട്രെയിലറിന്റെ കട്ട് ഭയങ്കര രസമാണ്. അതിനകത്ത് ഉപയോഗിച്ച ഷോർട്സുകളും ഭയങ്കര രസമുണ്ട്. ഇവൻ ആ സൗണ്ടിന്റെ ഋതത്തിനനുസരിച്ച് ഓരോ ഷോട്ടും കട്ട്. അല്ല, അത് ബേസിക്കലി അങ്ങനെ അത് സെറ്റ് ചെയ്യണം. അത് ശ്രദ്ധിച്ചു. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഴിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, പിന്നെ ഓട്ടോയുടെ സൗണ്ട്, അങ്ങനെ അതിനകത്ത് വരുന്ന ബാക്കിയുള്ള സൗണ്ട്, മേജർ സൗണ്ടുകളെല്ലാം റിപ്പീറ്റ് ആവും, ഇങ്ങനെ ലൂപ്പിൽ പോവാം, ഇങ്ങനെ നാച്ചുറൽ ഓർഗാനിക് സൗണ്ടുകളാണ്. അതെ അതെ.
സൂര്യ ഇപ്പോൾ ഒരുപാട് മറ്റൊരു നടന്ന രീതിയിൽ നല്ലപോലെ മാറുന്നുണ്ട്. പുള്ളിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, പുള്ളിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു ഇത് അടിച്ചിട്ടുണ്ട്. പുള്ളി സംസാരിക്കുന്നത് ഭയങ്കര, അത് കഴുത്തിന് എന്തോ പറ്റിയിട്ട് സംസാരം ശബ്ദം കുറച്ച് ചിലപ്പോൾ ഈ കാണിക്കുന്ന ഇവന്റിന് മുമ്പ് ഒരു ഇവന്റ് ഉണ്ടായിരിക്കണം മേ ബി. അങ്ങനെ ഇതായിരിക്കും മെയിൻ ഇവന്റ്. ഇപ്പൊ കാണിച്ച ഈ കോട്ടയം പോകുന്ന സംഭവമാണ് മെയിൻ ഇവന്റ് ആയിട്ട് തോന്നുന്നത്. കുട്ടികളുടെ അർത്ഥം ദി അഡമന്റ് ഗേൾ, അതായത് അവളുടെ തീരുമാനം അവൾ വരെ ഉറച്ചു നിൽക്കുന്നു, അതിന് മറ്റുള്ളവർ കാണുന്ന അർത്ഥം എന്നൊക്കെ ആയിരിക്കും. അന്നാപ്പന് അവിടെയൊക്കെ നല്ല റോള് കിട്ടുന്നുണ്ടല്ലോ. അല്ല പുള്ളിക്കാരി ഇപ്പൊ എന്ത് കൊടുത്താലും നല്ല പ്രത്യേകത. ഇപ്പം ഇവിടുന്ന് അവരെ സെലക്ട് അവിടെ കൊണ്ട് അതും അങ്ങനെ പോയി ഫസ്റ്റ് ചെയ്യുന്ന പടം ഇങ്ങനത്തെ ഒരു പടമാണ്. അതാണ് അതിന്റെ. ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചധികം കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ പടമാണ്. ഇറങ്ങിയില്ല മീൻസ് അതെ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ് ഈ ഫെസ്റ്റിവലെല്ലാം പോയിട്ട് ഇപ്പോഴാണ് മുമ്പേ ഇവൻ നായകനാകുന്നു എന്ന രീതിയിൽ സൂര്യ നായകനാകുന്ന പടമായിരിക്കണം. അത് കഴിഞ്ഞാൽ മറ്റേ ഇത് വന്നെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിടുതല വന്നത് ഫസ്റ്റ് പാർട്ട് വന്നത് അത് കഴിഞ്ഞാൽ. അതെ അതിനൊക്കെ മുമ്പേ ഈ സിനിമയുടെ പിന്നെ ഇത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഫെസ്റ്റിവലിനൊക്കെ. കാരണം കുറെ നാളായി ഈ പടം. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു അതെ അത് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ മുഴങ്കല്ല് കഴിഞ്ഞിട്ട് അത് ഫെസ്റ്റിവലിനൊക്കെ പോയി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടും അത് റിലീസ് ചെയ്യാൻ ആളില്ല വന്നിട്ട് ഫൈനലി വിഘ്നേഷ് ശിവനാണ് ആ പടം എടുത്ത് റിലീസ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ആ മെയിൻ ടൈമിൽ ഇദ്ദേഹം ഈ സിനിമ കമ്മിറ്റ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കൂഴങ്കല്ല് കണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അദ്ദേഹത്തെ അപ്രിഷിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഈസി റിലീസ് കിട്ടുമായിരിക്കും. നല്ലൊരു ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് തമിഴ്നാട്ടിലും നല്ല റെസ്പോൺസ് ഓഡിയൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി ഒരു ഓഡിയൻസ് ഉണ്ട്. അത് വളരെ ഭാഗ്യമാണ്. ഇപ്പം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇങ്ങനെ ഒരു പടത്തിനും അതിൻ്റെ റെസ്പോൺസും ഈ പറഞ്ഞ അത് കാണാനുള്ള ഒരു ഓഡിയൻസ് ഉള്ളത് ഭയങ്കര അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവണം ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്ത് കഴിയുമ്പോൾ. 23 ഓഗസ്റ്റ് 23. എന്തായാലും ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും നല്ല ട്രെയിലർ. അതെ ഇപ്പോൾ ഈ മാസം ഇനിയും കുറേ പടങ്ങൾ കുറേ പടങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നിരിക്കുന്നു.